കേന്ദ്ര ബജറ്റ് കേട്ടപ്പോൾ കേരളം ഇന്ത്യയുടെ ഭാഗമാണോ എന്ന് നമുക്ക് സംശയം തോന്നി. കാരണം കേരളത്തിനൊന്നുമില്ല. കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ പറഞ്ഞത് എയിംസെങ്കിലും കിട്ടുമെന്നാണ് വിചാരിച്ചത്. അവർ നിരന്തരമായി എയിംസിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. എയിംസും ഇല്ല, അതിവേഗ റെയിൽപാതയും ഇല്ല, കേരളത്തിന് വേണ്ടി ഒന്നുമില്ല. ഒരു തരത്തിലുള്ള ഒരു ആശ്വാസം കേരളത്തിന് നൽകുന്ന രീതിയിലുള്ള ഒരു പ്രഖ്യാപനവും ഇല്ല എന്നത് സങ്കടകരമാണ്. മാത്രമല്ല, പഴയ ഫിനാൻസ് കമ്മീഷൻ കേരളത്തിന് നൽകിയത് 1.92% മാത്രമാണ്. ഞങ്ങൾ 16ാമത് ഫിനാൻസ് കമ്മീഷന്റെ മുൻപാകെ കേരളത്തിന് വേണ്ടി അതിശക്തമായ നിലപാട് കേരളത്തിലെ പ്രതിപക്ഷം സ്വീകരിച്ചിട്ടുണ്ട്. ഇവർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ BJP നേതാക്കളും കേരളത്തിൽ തെരഞ്ഞെടുപ്പിന് ശേഷം വന്നു പറഞ്ഞ പ്രധാനമന്ത്രിയും എല്ലാം പറഞ്ഞത് വികസിത കേരളം എന്നാണ്. ഇങ്ങനെയാണ് ഇവർ കേരളത്തെ വികസിപ്പിക്കുന്നതെങ്കിൽ ഇതൊരു ജസ്റ്ററാണ്, ഇതൊരു മുന്നറിയിപ്പാണ്. ഇവർ എത്രമാത്രം അവഗണനയോട് കൂടിയാണ് നമ്മുടെ സ്റ്റേറ്റിനെ കാണുന്നത് എന്നുള്ളതാണ്. ഇപ്പം ഇവിടെ നടത്തിയ ഗീർവാണ പ്രസംഗങ്ങളും വികസിത കേരളത്തെക്കുറിച്ചുള്ള ഒരുപാട് സങ്കല്പങ്ങളും എല്ലാം മനഃപൂർവ്വമായിട്ട് കേരളത്തെ ഉപേക്ഷിക്കുന്ന ഒരു സമീപനമാണ്. അതിശക്തമായ പ്രതിഷേധം അക്കാര്യത്തിൽ രേഖപ്പെടുത്തുന്നു. അതാണ് ആമ പരീക്ഷണത്തിന് വേണ്ടി മാത്രം. അപ്പോൾ കേരളം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആമ പരിശോധനയ്ക്കുള്ള ഒരു സംവിധാനം ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തെ ഇങ്ങനെ പരിഹസിക്കുന്നത്? എന്നിട്ട് ഇവർ എത്ര കേന്ദ്രമന്ത്രിമാർ എന്തെല്ലാമാണ് കേരളത്തിൽ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്, എന്തെല്ലാമാണ് പറയുന്നത്? അതാണ് അത്ഭുതകരമായ കാര്യം. അവർ പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ യാതൊരു ബന്ധമില്ല എന്നാണ് ഈ ബജറ്റ് ഒന്നുകൂടി തെളിയിക്കുന്നത്. ബജറ്റിലും കേന്ദ്ര ബജറ്റിലും റബ്ബർ കർഷകരെ, കോട്ടയത്തെ കർഷകരുടെ ഒരു പ്രധാന പ്രശ്നമാണ് റബ്ബർ കൃഷി. അതിന് 2 ബജറ്റുകളിലും വലിയ അവഗണനയാണ് ഉണ്ടായത്. അത് ഈ കർഷകരെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. അത് അവർ മാനിഫെസ്റ്റോയിൽ എഴുതിയിട്ടുണ്ടല്ലോ, 250 രൂപ പോരെ? ആ കടലാസ് ചുരുട്ടിയാൽ മതിയല്ലോ. റബ്ബർ കർഷകർ മാനിഫെസ്റ്റോയിലെ കടലാസ് ചുരുട്ടി കഴിക്കാൻ പറ്റില്ലല്ലോ. അവര് 2021 പറഞ്ഞില്ലേ 250 രൂപ ആക്കാം എന്ന് പറഞ്ഞില്ല. എന്നിട്ട് അവരെന്താണ് ചെയ്തത്? 10 കൊല്ലം മുമ്പ് 150 രൂപയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ കാലത്ത്. 10 കൊല്ലം മുമ്പ് 150 രൂപ. എന്നിട്ട് 10 കൊല്ലം കൊണ്ട് ആകെ വർദ്ധിപ്പിച്ചത് 50 രൂപയാണ്. 50 രൂപ ഒരു തരത്തിലും ആശ്വാസം നൽകാത്ത രീതിയിലാണ്. ആ 10 വർഷം കൊണ്ട് ഈ മേഖല മുഴുവൻ തകർന്നിരിക്കുകയാണ്. അത് കേന്ദ്രത്തിൻ്റെ സഹായമില്ല, സംസ്ഥാനത്തിൻ്റെ സഹായമില്ല. കാർഷിക മേഖല മുഴുവൻ തളർച്ചയിലാണ്. അവിടെയും ഒരു തരത്തിലുള്ള സഹായവും 2 കൂട്ടരും ചെയ്യില്ല എന്നാണ്. ഏത് സെക്ടറാണ് മോശമായി നിൽക്കുന്നത് ആ സെക്ടറിനെ സഹായിക്കാനാണ് ഒരു ബജറ്റ് നടത്തേണ്ട. ആത്മവിശ്വാസം കൊടുക്കുകയാണ് വേണ്ടത്, അല്ലേ? ആ മേഖല തളരാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ കൈപിടിച്ച് താങ്ങി നിർത്തും എന്നുള്ളൊരു സംരക്ഷണമാണ് ഏത് ഗവൺമെൻറ്റും കൊടുക്കേണ്ടത്. അത് ചെയ്യുന്നില്ല. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബജറ്റ് പ്രധാനപ്പെട്ടതാണ്. കാരണം അവരിപ്പോഴും അധികാരത്തിലിരിക്കുകയാണ്, അവർ തന്നെ നടപ്പാക്കേണ്ടതാണ്. മറ്റത് പിന്നെ പോണ പോക്കിൽ കുറേ പറഞ്ഞിട്ട് പോയ പോക്കാണ്. നടത്തിയാലും നടത്തിയില്ലെങ്കിലും കൊള്ളാം, എല്ലാ അടുത്ത ഗവൺമെൻറ്റിൻ്റെ തലയിലാണ് എല്ലാ സാമ്പത്തിക ചെലവും. പ്രഖ്യാപനം മാത്രം നടത്തിയാൽ മതിയല്ലോ. ഇനിയിപ്പോൾ 1 മാസമല്ലേ ഉള്ളൂ, ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. വെറുതെ പ്രഖ്യാപിച്ചിട്ട് പോയാൽ മതി. അതിനകത്ത് ഒരു അപകടം കാണുന്ന ഒരാളാണ് ഞാൻ. കാരണം കേരളത്തിലെ ഒരു ധാതു സമ്പത്ത് കോർപ്പറേറ്റുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമായിട്ട് മാത്രമേ കാണാൻ പാടുള്ളൂ. അത് സംസ്ഥാനവുമായി കൂടിയാലോചിച്ച് മാത്രമേ അതിൻ്റെ പോളിസി ഫ്രെയിം ചെയ്യാൻ പാടുള്ളൂ. കേരളത്തിലെ ധാതു സമ്പത്ത് മുഴുവൻ കോർപ്പറേറ്റുകൾക്ക് കൊള്ളയടിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആക്കി അതിനെ മാറ്റരുത്. സംശയത്തോടെ നോക്കാൻ പറ്റുള്ളൂ. കാരണം ഇവർ കടലിൽ ആഴം കൂട്ടാൻ പോയ ആളല്ല. അത് എവിടെയാണ്? കൊല്ലം പരപ്പിലാണ് കടലിൽ ആഴം കൂട്ടാൻ പോയത്. കൊല്ലം പരപ്പെന്ന് വെച്ചാൽ കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യസമ്പത്തുള്ള സ്ഥലമാണ്. പക്ഷെ അവിടെയാണ് ഏറ്റവും കൂടുതൽ ധാതു സമ്പത്ത്. അവിടെ നിന്ന് മണ്ണ് കോരാൻ വേണ്ടിയിട്ട് എടുത്ത തീരുമാനം എന്ന് പറയുന്നത് ഈ ധാതു സമ്പത്ത് ലക്ഷ്യമാക്കിയിട്ടാണ്. അപ്പോൾ ആ ധാതു സമ്പത്തിൻ്റെ ഒരു കലവറ എന്ന് പറയുന്നത് പലരുടെയും കണ്ണിലെ വലിയ നിധിയാണ്. അത് കേരളത്തിൻ്റെ കൂടി ഒരു അസറ്റാണ്. അപ്പോൾ സംസ്ഥാനമായിട്ട് ആലോചിക്കാതെ ഒരു തരം അതിൻ്റെ ഇതിലേക്ക് പോകരുതെന്നാണ് നമ്മുടെ അഭിപ്രായം, ശക്തമായ അഭിപ്രായം.